ലൈവ് at 6 തുടങ്ങുന്നു. പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് ദേശീയ പണിമുടക്ക് ബന്ദായി. ജനജീവിതം സ്തംഭിച്ചു. പെരുവഴിയിലായി യാത്രക്കാർ. കോഴിക്കോട് പുതിയങ്ങാടിയിൽ സ്കൂൾ ഗേറ്റ് പൂട്ടി. പ്രതിഷേധിച്ച അധ്യാപകർ. രാജ്യത്തെ മെട്രോ നഗരങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിൽ. പണിമുടക്കിനെ ചൊല്ലി രാഷ്ട്രീയ വാക്പോര്. കാലഹരണപ്പെട്ട രീതികൾ മാറ്റണമെന്ന് VD സതീശൻ. കുറെ കാര്യങ്ങൾ കാലഹരണപ്പെട്ട കുറെ കാര്യങ്ങൾക്ക് മാറ്റം വേണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പണിമുടക്കുമ്പോൾ ചില കരിങ്കാലികളും ഉണ്ടാകുമെന്ന് എളമരം കരി. മൗലിക അവകാശങ്ങൾ തകർക്കുന്ന ഈ നിർണായകമായ ഘട്ടത്തിൽ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. ദേശസ്നേഹമുള്ളവർ അതിൽ നിന്ന് മാറി അല്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ് എന്ന ഒരു സ്ഥിതി വരുത്തിയത് UDF ചെയ്തത് അങ്ങേയറ്റം വേദനാജനകമാണ്. ഭാരത് ബന്ദ് കേരള ബന്ദ് മാത്രമായി ഒതുങ്ങിയെന്ന് ശശി തരൂർ. $3.25 ലക്ഷം കോടിയുടെ വമ്പൻ കരാറിന് പ്രതിരോധ വകുപ്പ്. 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ അനുമതി നൽകി ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ. നീക്കം ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യ സന്ദർശിക്കാനിരിക്കെ. കേരള സർവകലാശാല VCക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി. വിദ്യാർത്ഥി യൂണിയൻ അസാധുവാക്കിയ നടപടി റദ്ദാക്കി. യൂണിയന് കാലാവധി പൂർത്തിയാകുന്നതുവരെ തുടരാം. ഫണ്ട് അനുവദിച്ച 2 പരിപാടികൾ നടത്താനും അനുമതി. സ്വർണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത്. ജീവനക്കാരുടെ പണമിടപാടുകളിലേക്കും അന്വേഷണം. ഉത്തരവിട്ട ഹൈക്കോടതി. തിരുവാഭരണം മുൻ കമ്മീഷണർക്ക് ജാമ്യം. KP ശങ്കർദാസ് വീണ്ടും റിമാൻഡിൽ. പുതുയുഗ യാത്രക്കിടയിലെ ഉന്തിലും തള്ളിലും ന്യായീകരണവുമായി കോൺഗ്രസ്. മാധ്യമങ്ങളെ പഴിച്ചു പ്രതിപക്ഷ നേതാവ്. ഷാഫിയുടെ പെരുമാറ്റത്തിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി. ഭരണ തുടർച്ച വിവാദത്തിൽ ഇനി പ്രതികരണത്തിനില്ലെന്ന് സച്ചിദാനന്ദൻ. CJ റോയുടെ ആത്മഹത്യയിൽ IT ഉദ്യോഗസ്ഥർക്കെതിരെ തെളിവില്ലെന്ന SIT. ജീവനൊടുക്കിയ ദിവസം ചോദ്യം ചെയ്തിരുന്നില്ല. മരണത്തിലേക്ക് നയിച്ചത് മാനസിക സമ്മർദ്ദമെന്ന നിഗമനം. അടുത്ത സുഹൃത്തുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗം ക്വട്ടേഷൻ എന്ന വാദം തള്ളി പോലീസ്. പിന്നിൽ ഗുണ്ടാ പിരിവിനെ ചൊല്ലിയുള്ള തർക്കം. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ഹൈക്കോടതി. കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നില്ല. സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സികളും നിരത്തിലിറങ്ങാതിരുന്നതോടെ യാത്രക്കാർ പൂർണ്ണമായി വലഞ്ഞു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര KSRTC ഡിപ്പോയിൽ ജോലിക്കെത്തിയ ജീവനക്കാരും സമരാനുകൂലികളും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പാറശാലയിലും അങ്കമാലിയിലും KSRTC ബസ്സുകൾ തടഞ്ഞു. വിവിധയിടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞും ബാങ്കുകളും കടകമ്പോളങ്ങളും അടപ്പിച്ചുമാണ് സമരാനുകൂലികൾ പ്രതിഷേധിച്ചത്. സെക്രട്ടേറിയറ്റിൽ 11% താഴെ ജീവനക്കാർ മാത്രമാണ് ജോലിക്കെത്തിയത്. തിരുവനന്തപുരം അടക്കം റെയിൽവേ സ്റ്റേഷനുകളിൽ എത്തിയവർക്ക് പോലീസ് യാത്രാ സൗകര്യമൊരുക്കിയത് നേരിയ ആശ്വാസമായി. പൊതുപണിമുടക്ക് സംസ്ഥാനത്ത് ഏറെക്കുറെ പൂർണ്ണമായിരുന്നു. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളെല്ലാം അടഞ്ഞുകിടന്നു. ഹാജർ നില സെക്രട്ടേറിയറ്റ് അടക്കം വളരെ കുറവായിരുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളും ഫാക്ടറികൾ ഉൾപ്പെടെയുള്ളവയും പ്രവർത്തിച്ചില്ല. കാര്യമായ അക്രമ സംഭവങ്ങൾ എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ KSRTC ജീവനക്കാർ ജോലിക്കെത്തിയവരെ തടഞ്ഞു. നെയ്യാറ്റിൻകര ഡിപ്പോയിലാണ് ജീവനക്കാരെ സമരക്കാർ തടഞ്ഞത്. പോത്തൻകോട് ഒരു പോസ്റ്റ് ഓഫീസും പൂട്ടിച്ചു.
മന്ത്രിമാർ അടക്കമുള്ളവർ സമരത്തിന്റെ ഭാഗമായി ജോലിയിൽ നിന്ന് വിട്ടുനിന്നു. മന്ത്രി വി ശിവൻകുട്ടി ഔദ്യോഗിക വസതിയിൽ നിന്ന് കാൽനടയായാണ് സമരകേന്ദ്രമായ മ്യൂസിയം ജംഗ്ഷനിലേക്ക് എത്തിയത്. അവിടെ നിന്ന് സംസ്ഥാന നേതാക്കൾ ടി പി രാമകൃഷ്ണൻ അടക്കമുള്ള ഇടതുമുണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുത്ത സമരം ലോക് ഭവന് മുന്നിൽ വലിയ ധർണ, ആയിരക്കണക്കിന് തൊഴിലാളികൾ പങ്കെടുത്ത ധർണ രാജ്ഭവനിൽ മുന്നിൽ നടന്നു. യന്ത്രവൽക്കരണത്തിന്റെ ഒരു യുഗമാണിത്, ആധുനികവൽക്കരണത്തിന്റെ കാലമാണിത്. നിരവധി ശാസ്ത്ര നേട്ടങ്ങൾ കൈവരിച്ച കാലമാണിത്. അത്തരമൊരു കാലത്ത് ഈ പരീക്ഷണങ്ങളും വിജയങ്ങളും എല്ലാം, ഗവേഷണങ്ങളും എല്ലാം തൊഴിലാളികളുടെ അധ്വാന ഭാരം എങ്ങനെ കുറയ്ക്കാം, അതിനു കൂടി ഉപയോഗിക്കത്തക്ക നിലയിൽ നടപ്പിലാക്കേണ്ടതാണ്. ഈ സാഹചര്യം തൊഴിലാളികളുടെ അധ്വാന ഭാരം വർദ്ധിപ്പിക്കാൻ, തൊഴിലാളികളുടെ അധ്വാന സമയം കൂട്ടാൻ മുതലാളിത്ത ശക്തികൾ ഉപയോഗിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം മുന്നോട്ട് വെക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാത്രമാണ്. ദേശീയ പണിമുടക്കിൽ കൊച്ചിയിൽ നിരവധിയായ സ്വകാര്യ വാഹനങ്ങളടക്കം നിരത്തിലിറങ്ങി. എങ്കിലും സ്വകാര്യ ബസ്സുകൾ, അതോടൊപ്പം തന്നെ KSRTC തുടങ്ങിയവയൊന്നും പൊതുഗതാഗത സംബന്ധിയായ കാര്യങ്ങളിൽ സർവീസ് നടത്താത്തത് കൊണ്ട് യാത്രക്കാരെ ധാരാളമായി വലച്ചു. പിന്നെ കൂടുതൽ പേരും ആശ്രയിച്ചത് കൊച്ചി മെട്രോ അടക്കമുള്ള സംവിധാനങ്ങളെയാണ്. ഒപ്പം ടാക്സി സർവീസുകൾ, ഓൺലൈൻ ടാക്സി സർവീസും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷയും ധാരാളമായിട്ട് നിരത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ഓരോ ഇടങ്ങളിൽ വന്നു ചേരുന്ന റെയിൽവേ സ്റ്റേഷൻ, അതോടൊപ്പം തന്നെ ബസ് ടെർമിനൽ, ഇവിടേക്ക് എത്തിച്ചേരുന്നവർക്ക് നഗരത്തിൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ അതിനുള്ളൊരു ക്രമീകരണങ്ങളിലേക്ക് ഈ ഓട്ടോ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ട് അതെല്ലാം തന്നെ സാധിച്ചു. എങ്കിലും കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഒപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങളൊന്നും തന്നെയും പ്രവർത്തിച്ചിരുന്നില്ല. പണിമുടക്കിൽ പങ്കെടുത്തവർ ഇവിടേക്ക് BSNL ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തുകയും അത് ഇളമരം കരീം, സ്റ്റേറ്റ് നേതാവ് ഇളമരം കരീം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അങ്കമാലിയിൽ KSRTC ബസ് പുറത്തേക്ക് എടുത്തപ്പോൾ അതുവഴി വന്ന പ്രകടനം അത് തടയുകയും ബസ് തിരികെ ഡിപ്പോയിലേക്ക് എടുപ്പിക്കുകയും ചെയ്തു. മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ജില്ലയിൽ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൊതുപണിമുടക്ക് ഒരു ഹർത്താലിന്റെ പ്രതീതി തന്നെയായിരുന്നു കോട്ടയത്തും ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ പക്ഷേ സ്വകാര്യ വാഹനങ്ങൾ കാര്യമായി തന്നെ നിരത്തിൽ ഓടി എന്നുള്ളതാണ് ഈ ഒരു പണിമുടക്കിന്റെ പ്രത്യേകത. പ്രത്യേകിച്ച് കാറുകൾ, ഇരുചക്ര വാഹനങ്ങളൊക്കെ വളരെ സുഗമമായി തന്നെ യാത്ര നടത്തി. എവിടെയും കാര്യമായ അക്രമ സംഭവങ്ങളൊന്നും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കോട്ടയത്തിന്റെ നിലവിലുള്ള ഒരു ആശ്വാസം. രാവിലെ ഹർത്താൽ അനുകൂലികൾ വിവിധയിടങ്ങളിൽ പ്രാദേശികമായി ഉൾപ്പെടെ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. രാത്രി വൈകി 24 മണിക്കൂർ ഹർത്താൽ ആയതുകൊണ്ട് തന്നെ ആ സമയം വരെ പോലീസ് വലിയ സുരക്ഷ ഒരുക്കുന്നുണ്ട്. ആളുകളും മറ്റും ഭക്ഷണത്തിനായി പലയിടത്തും വലയുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനും അല്ലെങ്കിൽ ആശുപത്രി ക്യാൻറ്റീനുകളും ഒക്കെ മാത്രമായിരുന്നു ആശ്വാസമായി ഉണ്ടായിരുന്നത്. എന്തായാലും ഈ പണിമുടക്ക് പൊതുവെ ഒരു അക്രമ സംഭവങ്ങൾ ഒഴിഞ്ഞതാണ് കോട്ടയം ജില്ലയെ സംബന്ധിച്ച് എന്നുള്ളതാണ് ഇതുവരെ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ആലപ്പുഴ ജില്ലയിൽ പൊതുവെ സമാധാനപൂർവ്വമായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ കടകമ്പോളങ്ങൾ ഒക്കെ തന്നെ നിശ്ചലമായിരുന്നു. ഇന്നിപ്പോൾ സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. ഒപ്പം കടകളൊക്കെ തന്നെ അടച്ച ഈ പ്രതിഷേധത്തോടൊപ്പം ആളുകൾ അണിനിരക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് വിനോദസഞ്ചാര കേന്ദ്രമായ ആലപ്പുഴയിലേക്ക് എത്തിയ സഞ്ചാരികൾക്ക് ഹോട്ടലുകളും മറ്റും അടച്ചുള്ള സമരം അത് ഭക്ഷണത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭക്ഷണം ലഭ്യമാകാത്ത ഒരു സാഹചര്യം ഉണ്ട്. ഫിനിഷിംഗ് പോയിന്റ് അടക്കമുള്ള ഇടങ്ങളിൽ എത്തിയ സഞ്ചാരികൾക്ക് കായൽ സഞ്ചാര മേഖലകളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റ് ഇടങ്ങളിലേക്ക് എത്തിയവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പൊതുമേഖലകൾ, അതായത് KSRTC, വാട്ടർ ട്രാൻസ്പോർട്ട്, ജലഗതാഗത മേഖല അടക്കമുള്ള ഇടങ്ങൾ അത് നിശ്ചലമായിരുന്നു. KSRTC ബസ് സ്റ്റാൻഡുകളിൽ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുത്തു. ഒപ്പം വാട്ടർ ട്രാൻസ്പോർട്ടിലും അത്തരത്തിൽ സമരത്തിന് അനുകൂലമായ നിലപാടായിരുന്നു സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പൊതുഗതാഗത രംഗത്ത് ചില പ്രശ്നങ്ങൾ
അഭിമുഖീകരിക്കേണ്ടി വന്നു. പൊതുവെ ഒരു അവധി ദിവസത്തിന്റെ ആലസ്യത്തോടെയാണ് ആലപ്പുഴ മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറയാം. ഇതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ തന്നെയുള്ള ബുക്കിങ്ങുകൾ പ്രകാരം ഷെഡ്യൂളുകൾ പ്രകാരം എത്തിയ വിനോദസഞ്ചാരികൾക്ക് അവരുടെ ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങളിൽ പ്രശ്നം സംഭവിച്ചു എന്നുള്ളതാണ്. YMC ടൗണിൽ ആലപ്പുഴ നഗരത്തിൽ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഒപ്പം തന്നെ പൊതുവെ സമാധാനപരമായി ആലപ്പുഴയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. മലപ്പുറം ജില്ലയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. പൊതുഗതാഗത രംഗം നിശ്ചലമായ സാഹചര്യമാണ് ഉള്ളത്. പെരിന്തൽമണ്ണ, മലപ്പുറം, നിലമ്പൂർ, പൊന്നാനി തുടങ്ങിയ ഡിപ്പോയിൽ നിന്നൊന്നും തന്നെ KSRTC സർവീസുകൾ ഉണ്ടായിരുന്നില്ല. സ്വകാര്യ ബസ്സുകളും നിരത്തിലിറങ്ങിയില്ല. ഓട്ടോറിക്ഷകൾ ചിലയിടങ്ങളിലൊക്കെ ഓടിയിരുന്നു. സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങിയിരുന്നു. പക്ഷേ 10 മണിക്ക് ശേഷം പലയിടങ്ങളിലും സ്വകാര്യ വാഹനങ്ങൾ അല്പസമയം തടഞ്ഞ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ സമാധാനപൂർണ്ണമായി പരിഹരിക്കുകയും ചെയ്തു. ഇന്ന് പ്രധാനമായിട്ടും മലപ്പുറത്ത് MV ഗോവിന്ദൻ മാസ്റ്റർ CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പങ്കെടുത്ത ധർണയായിരുന്നു. CITUവിന് നേതൃത്വം ധർണയായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം. കോട്ടക്കലായിരുന്നു അദ്ദേഹം ആ ധർണയുടെ ഭാഗമായത്. STUയും INTUCയും അവർ ഈ ഒരു സമരവുമായി സഹകരിക്കുന്നുണ്ടെങ്കിലും സംയുക്തമായിട്ട് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്നൊരു ഗുരുതരമായ ആക്ഷേപമാണ് അവർ ഉന്നയിച്ചത്. VD സതീശൻ്റെ ജാഥ ഇന്നത്തെ ദിവസം തുടരുന്നതിനെയും ഗോവിന്ദൻ മാസ്റ്റർ വിമർശിച്ചു. എന്നാണെങ്കിലും രാവിലെ മുതൽ എവിടെയും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാകാതെ മലപ്പുറം ജില്ലയിൽ പണിമുടക്ക് ദിവസം കടന്നു പോവുകയാണ്. പക്ഷേ ജനജീവിതം പരിപൂർണമായും സ്തംഭിച്ച സാഹചര്യമാണ് ജില്ലയിലുള്ളത്. സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത അഖിലേന്ത്യാ പണിമുടക്ക് വയനാട് ജില്ലയെ സംബന്ധിച്ച് പൂർണ്ണമായിരുന്നു എന്ന് തന്നെ പറയാം. ഈ നിമിഷം വരെ പൂർണ്ണമായിരുന്നു. രാവിലെ 7 മണി വരെയൊക്കെ വാഹനങ്ങൾ ഓടിയിരുന്നെങ്കിലും അതിനുശേഷം സമരാനുകൂലികൾ എത്തിയതിനു ശേഷം വാഹനങ്ങൾ പലയിടത്തും തടയുന്ന ഒരു കാഴ്ച കണ്ടു. സ്വകാര്യ വാഹനങ്ങളാണ് അധികവും നിരത്തിലിറങ്ങിയിരുന്നത്. അതും രാവിലെ ഒരു 7 മണി വരെ. അതിനുശേഷം പൂർണ്ണമായും വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല എന്ന് തന്നെ പറയാം. ചില സ്ഥലങ്ങളിലെല്ലാം വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾ ഓടുന്നുണ്ടായിരുന്നെങ്കിലും അത് കുറച്ചു കഴിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയുമാണ് ഉണ്ടായത്. കൽപ്പറ്റയിൽ സമരാനുകൂലികളും അതുപോലെ തന്നെ ഡ്രൈവർമാരും തമ്മിൽ ചെറിയ ഒരു വാക്കേറ്റമുണ്ടായെങ്കിലും അത് സംസാരിച്ച് തീർക്കുന്ന ഒരവസ്ഥയുമുണ്ടായി. അതുപോലെ തന്നെ വിദ്യാലയങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അതുപോലെ സർക്കാർ ഓഫീസുകളിലെല്ലാം ഹാജർ നില വളരെ കുറവായിരുന്നു. KSRTC സർവീസ് നടത്തിയിട്ടില്ല. എന്തായാലും വയനാടിനെ സംബന്ധിച്ച് നിരവധി തൊഴിലാളികൾ അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികളൊക്കെ ഉൾപ്പെടുന്ന ഒരു ജില്ലയെ സംബന്ധിച്ച് ഈ ഒരു പണിമുടക്കിൽ എല്ലാവരും അത് ഒരു ആവശ്യത്തിനുള്ളതാണ് എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും അതിനോട് സഹകരിച്ചു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇനിയും ഇന്നലെ രാത്രി 12 മണിക്കാണ് ഈ ഒരു പണിമുടക്ക് തുടങ്ങുന്നത്. ഇന്ന് അർദ്ധരാത്രി 12 മണി വരെ ആയിരിക്കും പണിമുടക്ക്. എന്തായാലും ഈ ഒരു പണിമുടക്കുമായി അല്ലെങ്കിൽ ഈ ഒരു പണിമുടക്കുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി തൊഴിലാളികളും അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഇതുമായി സഹകരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ടാക്സി വാഹനങ്ങൾ രാവിലെ കുറച്ചു നേരമൊക്കെ നിരത്തിലിറങ്ങിയിരുന്നു. എന്നാൽ അത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർ തിരിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അബദ്ധത്തിൽ ഏതെങ്കിലും വാഹനങ്ങൾ വന്നാൽ തന്നെ സമരാനുകൂലികൾ അതിനെ തെറ്റ് തിരുത്തി കൊടുക്കുമ്പോൾ അവർ തിരിച്ചു പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ഒരു പണിമുടക്ക് വിജയമായി എന്ന് തന്നെ നമുക്ക് പറയാം. ദേശീയ പണിമുടക്ക് ഇടുക്കിയിൽ പൂർണ്ണമാണ്. സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും കാര്യമായി നിരത്തിലിറങ്ങിയിട്ടില്ല. ടൂറിസ്റ്റുകളുമായി പോകുന്ന വാഹനങ്ങൾ ജില്ലയിലൂടെ കടന്നു പോകുന്നുണ്ട്. എങ്കിലും ഇവയെ തടയുന്നതടക്കമുള്ള യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ജില്ലയിൽ ഒരിടത്തും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിലും ഗ്രാമീണ മേഖലകളിലുമെല്ലാം വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. ചുരുക്കം ചില ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്നു പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ പ്രധാന തൊഴിൽ മേഖലയായ തോട്ടം മേഖല പൂർണ്ണമായും സ്തംഭിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രധാനമായും ഏലം തേയില തോട്ടങ്ങളിലേക്ക് ആയിരക്കണക്കിന് തൊഴിലാളികൾ ദിവസേന എന്നോണം തമിഴ്നാട്ടിൽ എത്തുന്നുണ്ട്. ഇന്ന് കാര്യമായി തൊഴിലാളി വാഹനങ്ങളൊന്നും ജില്ലയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തോട്ടം മേഖല പൂർണ്ണമായും സ്തംഭിച്ച ഒരു സാഹചര്യമുണ്ട്, അനിശ്ചിതമായ ഒരു സാഹചര്യമുണ്ട്. കേരളത്തിൽ ഇടുക്കി താമസിച്ച് ജോലി ചെയ്യുന്ന തോട്ടം തൊഴിലാളികളും ഇന്ന് ജോലിക്കായി ഇറങ്ങിയിട്ടില്ല. തോട്ടം മേഖല പൂർണ്ണമായും നിശ്ചലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഒപ്പം വിനോദസഞ്ചാര മേഖലയെ കുറിച്ച് പറയേണ്ടതുണ്ട്. മൂന്നാർ അടക്കമുള്ള പ്രധാന വിനോദസഞ്ചാര മേഖലകളിലെല്ലാം വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മൂന്നാറിലും തേക്കടിയിലും രാമക്കൽമേടിലും മറയൂരിലും എല്ലാം വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. വളരെ കുറച്ച് വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ വിനോദസഞ്ചാരികൾ ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. ഇവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും നിലവിൽ നേരിടേണ്ടി വന്നിട്ടില്ല. അടിയന്തര ആവശ്യങ്ങൾക്കായി ഭക്ഷണം കഴിക്കുന്നത് അടക്കമുള്ള ആവശ്യങ്ങൾക്കായി ഇവർക്ക് അല്പം സഞ്ചരിക്കേണ്ടി വരുന്നെങ്കിൽ പോലും വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ബുദ്ധിമുട്ടുകൾക്ക് ഇവർക്ക് നേരിട്ട് വന്നിരുന്നിട്ടില്ല. എന്തായാലും ജില്ലയിൽ ദേശീയ പണിമുടക്ക് പൂർണ്ണമാണെന്ന് തന്നെ പറയാം. ടൂറിസം മേഖലയെ ഇത് കാര്യമായി ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടില്ല. തോട്ടം മേഖല പൂർണ്ണമായും നിശ്ചലമാണ്. മറ്റ് തൊഴിലാളി മേഖലകളെല്ലാം പൂർണ്ണമായും നിശ്ചലമാണെന്ന് തന്നെ പറയാം. നിലവിൽ ഇതാണ് ഇടുക്കിയിലെ സാഹചര്യം. ന്യൂസ് 18 ഇടുക്കി.
കോഴിക്കോട് പുതിയങ്ങാടി GM UP സ്കൂളിൽ പണിമുടക്കിനിടെ സംഘർഷം. സമരാനുകൂലികൾ തടഞ്ഞതിനെ തുടർന്ന് അധ്യാപകർ ഗേറ്റിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. അധ്യാപകർക്ക് പിന്തുണയുമായി സംഘടിച്ച ലീഗ് പ്രവർത്തകരും ഹർത്താൽ അനുകൂലികളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ഇടപെട്ട് സ്കൂൾ പരിസരത്ത് നിന്ന് ആളുകളെ മാറ്റിയാണ് സംഘർഷം ഒഴിവാക്കിയത്. ഹർത്താലുമായി ബന്ധപ്പെട്ട് അനിഷ്ട സംഭവങ്ങളുണ്ടായ ഒരിടമാണ് GM UP സ്കൂൾ പുതിയങ്ങാടിയിൽ. രാവിലെ തന്നെ പണിമുടക്കിനെ അവഗണിച്ച് ഏതാനും അധ്യാപകരും കുറച്ച് വിദ്യാർത്ഥികളും സ്കൂളിൽ എത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇവർ സ്കൂളിലെത്താനായി ക്ലാസ്സിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ സ്കൂളിനകത്ത് കടന്നപ്പോൾ തന്നെ സമരാനുകൂലികൾ സ്ഥലത്ത് സംഘടിച്ചെത്തുകയായിരുന്നു. അവർ ആ സ്കൂളിനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി. ഇതേ തുടർന്ന് ജോലിക്കായി എത്തിയ അധ്യാപകർ ഈ ഗേറ്റിൻ്റെ മുൻവശം കുത്തിയിരുന്ന് പ്രതിഷേധം നടത്തുകയായിരുന്നു. ഈ അധ്യാപകരുടെ പ്രതിഷേധം തുടർന്നുകൂടി ചില PTA ഭാരവാഹികളും രക്ഷകർത്താക്കളടക്കമുള്ളവരും ഈ അധ്യാപകർക്ക് പിന്തുണയുമായി സ്ഥലത്തെത്തുകയായിരുന്നു. തുടർന്നാണ് ഈ അധ്യാപകർക്ക് പിന്തുണയുമായി എത്തിയ രക്ഷകർത്താക്കളും ഈ സമരാനുകൂലികളായ ആളുകളും തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. വിദ്യാർത്ഥികൾക്കടക്കം ഈ സമരത്തിന് എതിരായി വന്നവരുടെ മർദ്ദനമേറ്റു എന്ന ആരോപണമുണ്ട്. എന്നാൽ അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് വിശദീകരണം നൽകുന്നത്. സമരം പൊളിക്കാനായി ഹർത്താലിന് എതിരായി നിലപാടെടുക്കുന്നതിന് അല്ലെങ്കിൽ പണിമുടക്കിനെ എതിർക്കുന്നവരാണ് ജോലിക്ക് എത്തിയത് എന്ന് ഈ സമരാനുകൂലികൾ പറയുന്നു. ഈ ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ദേശീയ പണിമുടക്കിൽ INTUC പ്രവർത്തിക്കാത്തത്. അത് മാസ്റ്റർ അധ്യാപക സംഘടന, കോൺഗ്രസിന്റെ അധ്യാപക സംഘടന ആയതുകൊണ്ട് മാത്രമാണ് ആ സമരം ഇവിടെ പൊളിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രം. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനത്തിൽ വന്നത്. കുട്ടികൾ വരാത്ത സ്കൂളിൽ എന്തിനാ അധ്യാപകർ വന്നതെന്നുള്ളതാണ് ഞങ്ങളെ ഇടതുപക്ഷ CITയുടെ ചോദ്യം. അതാണ്. അതേസമയം രാഷ്ട്രീയമായി ഒരു തരത്തിലുമുള്ള സമരങ്ങൾക്ക് അടച്ചിടുന്ന പതിവ് ഈ സ്കൂളിന് ഇല്ല എന്നാണ് ഈ സമരാനുകൂലികളെ എതിർക്കുന്നവർ പറയുന്നത്. മറ്റ് ഒരു സമരങ്ങൾ നടന്നപ്പോഴും സ്കൂളിലെ അധ്യയനം തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടില്ല. അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് സംഘർഷത്തിലേക്ക് കലാശിച്ചതെന്ന് ഈ സമരക്കാരെ എതിർക്കുന്നവരും വ്യക്തമാക്കുന്നു. നമ്മൾ ഈ സ്കൂളിലാണെങ്കിലോ പല പാർട്ടിക്കാരും സമരം നടത്താറുണ്ട്. ഈ സമരമൊന്നും ഇതിന് ബാധിക്കാറില്ല. ആ സ്കൂളിൻ്റെ ഇഷ്ടത്തിനാണ് പോക്ക്. വേണമെങ്കിൽ പൂട്ട, വേണമെങ്കിൽ തുറക്കുക. അതാരും മറ്റുള്ളവരാരും കെയർ ചെയ്യാറുമില്ല. അത് ഇവിടെ സമരക്കാർ വന്നിട്ട് ഇത് തുറന്നിട്ടുണ്ടോ, ഇവിടെ അധ്യാപകരുണ്ടോ, വിദ്യാർത്ഥികളുണ്ടോ, ഇതൊന്നും നോക്കാറില്ല. ഈ സമരം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചെന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. അതിൽ നമ്മൾ വല്ലാത്തൊരു ദുഃഖിതനാണ്. കാരണം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പേരുദോഷം വരാണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു PTA പ്രസിഡന്റ് എന്ന നിലക്ക് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. കോഴിക്കോട് നഗരത്തിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ്. വളരെ മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി ഉള്ള ഒരു സ്കൂൾ കൂടിയാണ് GM UP സ്കൂൾ. ഹർത്താലിന് സമാനമായ രീതിയിൽ തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ മറ്റ് ഇടങ്ങളിലും ഈ പകുതി സമയം പിന്നിടുമ്പോൾ ഇപ്പോൾ പണിമുടക്കുള്ളത്. KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ പലയിടങ്ങളിലും നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപൂർവം ചിലയിടങ്ങളിൽ സ്വകാര്യ വാഹനങ്ങളെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. PD സതീശൻ നയിക്കുന്ന പ്രചാരണ ജാഥയ്ക്ക് കാര്യമായ തടസ്സം ഉണ്ടായിട്ടില്ല. ഈ പണിമുടക്കിൻ്റെ വിഷയങ്ങൾ കൂടി ഉന്നയിക്കുന്നത് കൊണ്ടാണ് ഇന്നും ജാഥ മാറ്റമില്ലാതെ നടത്തുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കോട്ടയം പായിപ്പാട് ബാർ ഹോട്ടലിൽ സമരാനുകൂലികളുടെ അക്രമം. പായിപ്പാട് പ്രവർത്തിക്കുന്ന എമറാൾഡ് ഹോട്ടലിലാണ് ഒരു സംഘം അക്രമം നടത്തിയത്. തുറന്നുവെച്ച ഹോട്ടലിൽ കൊടികളുമായി എത്തുകയായിരുന്നു. ഹോട്ടലിലെ ബാറിന്റെ മുൻവശത്തെ വാതിൽ പ്രതിഷേധക്കാർ അടിച്ചു തകർത്തു. പണിമുടക്ക് ദിവസം ഏരിയ സെക്രട്ടറിയുടെ കെട്ടിടത്തിന് മുന്നിൽ ടാറിംഗ്. തൊടുപുഴ കരിമണ്ണൂർ ഏരിയ സെക്രട്ടറി PP സുമേഷിന്റെ കെട്ടിടത്തിന് മുന്നിലാണ് പണിമുടക്ക് ദിവസം ടാറിംഗ് ജോലികൾ നടന്നത്. സംസ്ഥാന വ്യാപകമായി വഴിതടയലും പ്രതിഷേധങ്ങളും നടന്നപ്പോഴായിരുന്നു ഇവിടെ ടാറിംഗ്.
ദേശീയ പണിമുടക്ക് കേരളത്തിൽ മാത്രം ഹർത്താലിനും ബന്ദിനും സമാനമാക്കുന്നതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കാലഹരണപ്പെട്ട രീതികൾ മാറണം, ഇതിൽ തുറന്ന ചർച്ച വേണം. CPM ഭരിച്ച കാലത്ത് ബംഗാളിൽ പോലും പണിമുടക്കിനെ ബന്ദാക്കി മാറ്റിയിരുന്നില്ല. ദേശീയ പണിമുടക്കിനോട് യോജിക്കുന്നുവെന്നും സതീശൻ പറഞ്ഞു. അപ്പൊ കേരളത്തിൽ മാത്രമുള്ളത് അല്ല, ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ മാത്രമാണോ ഇതുള്ളത്? അപ്പൊ ഇത് ദേശീയ തലത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമല്ലേ? ഏത് ദേശീയ പണിമുടക്കാണെങ്കിലും കേരളത്തിൽ മാത്രമാണ് ബന്ദിനും ഹർത്താലിനും സമാനമായ രീതിയിൽ അത് മാറുന്നത്. നിങ്ങൾ എന്നോട് തർക്കിക്കണ്ട, ഇതൊരു പൊതു ചർച്ചയ്ക്ക് ഞാൻ വെക്കുകയാണ്. കുറേ കാര്യങ്ങൾ കാലഹരണപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് മാറ്റം വേണം എന്ന അഭിപ്രായം ഞങ്ങൾക്കുണ്ട്, ഇല്ലേ? പണിമുടക്ക് ദിവസം വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര മാറ്റിവെക്കാത്തതിനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ INTUC ആവശ്യപ്പെട്ടിട്ടും ജാഥ മാറ്റിവെക്കാൻ വി.ഡി. സതീശൻ തയ്യാറായില്ല എന്നാണ് വിമർശനം. പണിമുടക്ക് ദിവസം യാത്ര നടത്തുന്നത് തൊഴിലാളികളിൽ അനൈക്യമുണ്ടാക്കാനേ സഹായിക്കൂ. സമരത്തിന്റെ ഭാഗമായിട്ടും INTUCയും STUവും സംയുക്ത ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അവരുടെ രാഷ്ട്രീയ നേതൃത്വം സമ്മതിക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. വി.ഡി. സതീശൻ്റെ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രൈവർമാരുണ്ടല്ലോ, അവർ ചെറിയ ഞങ്ങളെപ്പോലെ 2-3 വാഹനമൊന്നുമല്ല, അവർക്ക് ഒരുപാട് വാഹനങ്ങളാണ്. ആരാ തടയുക? INTUCക്കാരാണ് അതിൻ്റെ മറുപടി പറയേണ്ടത്. INTUCക്കാർ പറഞ്ഞു പോലും ജാഥ മാറ്റിവെക്കാൻ. പക്ഷേ കോൺഗ്രസ് നേതൃത്വം UDF നേതൃത്വം തയ്യാറായില്ല. STUക്കാർക്കും അതിൻ്റെ മേലെ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ തൊഴിലാളി വർഗത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇന്നത്തെ ജാഥ ഞങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ഞങ്ങളെല്ലാം വിചാരിച്ചത് അവരുടെ ജാതി അവസാനിപ്പിക്കുമെന്നാണ്, ഇന്നെങ്കിലും അവസാനിക്കുമെന്നാണ്. പക്ഷേ അവർ ചെയ്തില്ല എന്നുള്ളത് അവർക്കിടയിൽ വൈരുദ്ധ്യമുണ്ടാക്കാൻ അല്ലെങ്കിൽ തൊഴിലാളികൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ എന്ന കാര്യത്തിലും എനിക്ക് യാതൊരു സംശയമില്ല. പണിമുടക്കിൽ കേരളത്തിൽ INTUC വിട്ടുനിന്ന് അഖിലേന്ത്യാ പണിമുടക്കിനെ അപമാനിച്ചെന്ന് എളമരം കരീം. UDF ജാഥ മാറ്റിവെക്കണമായിരുന്നു. കേരളത്തിൽ INTUCക്ക് കോൺഗ്രസിന് വിലക്കുണ്ട്. INTUC അടക്കം സംയുക്തമായാണ് പണിമുടക്ക് തീരുമാനിച്ചത്. എല്ലാവരും പണിമുടക്കുമ്പോൾ ചില കരിങ്കാലികളും ഉണ്ടാകാമെന്നും എളമരം കരീം പറഞ്ഞു. UDF ഇന്ന് അവരുടെ പ്രചരണ പരിപാടി ഒഴിവാക്കേണ്ടതായിരുന്നു. LDF ഒഴിവാക്കി. LDF നേരത്തെ ഷെഡ്യൂൾ ചെയ്ത പരിപാടിയിൽ ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ദേശീയ പണിമുടക്കാണെന്ന് പ്രഖ്യാപനം വന്നപ്പോൾ LDF കൂടിയാലോചിച്ച് ഇന്ന് LDFന്റെ ജാഥ മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ആ ദിവസം മറ്റൊരു ദിവസത്തേക്ക് വെച്ചു. പക്ഷെ UDF ചെയ്തില്ല. തൊഴിലാളി പ്രശ്നങ്ങളോട് UDFന് ഒരു പ്രതിബദ്ധതയുമില്ല എന്നാണ് അവർ പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. RSS BJP നേതൃത്വം അമേരിക്കൻ സാമ്രാജ്യത്വവുമായി ചേർന്ന് ഇന്ത്യൻ തൊഴിലാളികളുടെയും കർഷകരുടെയും മൗലിക അവകാശങ്ങൾ തകർക്കുന്ന ഈ നിർണായകമായ ഘട്ടത്തിൽ അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. ദേശസ്നേഹമുള്ളവർ അതിൽ നിന്ന് മാറി അല്ലെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ് എന്ന ഒരു സ്ഥിതി വരുത്തിയത് UDF ചെയ്തത് അങ്ങേയറ്റം വേദനാജനകമാണ്, പ്രതിഷേധാർഹമാണ്. ദേശീയ പണിമുടക്കിൽ പ്രതികരണവുമായി ശശി തരൂർ MP പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും എന്നാൽ തടസ്സപ്പെടുത്താനുള്ള അവകാശത്തോടൊപ്പമല്ലെന്നും തരൂർ. ഇന്നത്തെ ഭാരത് ബന്ദ് യഥാർത്ഥത്തിൽ മറ്റൊരു കേരള ബന്ദ് മാത്രമായി ഒതുങ്ങിയെന്നത് ഖേദകരമായ വൈരുദ്ധ്യമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഡൽഹി അടക്കമുള്ള നഗരങ്ങളിൽ ജനജീവിതം ഇന്ന് സാധാരണ നിലയിലായിരുന്നു. വാഹനങ്ങൾ പതിവ് പോലെ നിരത്തിലിറങ്ങി. എന്നാൽ ഗുരുഗ്രാം, ഫരീദാബാദ് തുടങ്ങിയ വ്യാവസായിക നഗരങ്ങളിൽ തൊഴിലാളികൾ പ്രതിഷേധിച്ചു. കൊൽക്കത്തയിൽ കടകൾ അടഞ്ഞുകിടന്നെങ്കിലും വാഹനങ്ങൾ സർവീസ് നടത്തി. പഞ്ചാബിലെ പട്യാല അടക്കമുള്ള നഗരങ്ങളിൽ PRTC ബസ് സർവീസുകളെ പണിമുടക്ക് ബാധിച്ചു. ചെന്നൈയിൽ സമരക്കാർ ട്രെയിൻ തടഞ്ഞു. ഭുവനേശ്വർ, ചെന്നൈ, പാട്ന അടക്കമുള്ള വിവിധ നഗരങ്ങളിൽ തൊഴിലാളികൾ പ്രകടനം നടത്തി. ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണമാണെങ്കിൽ തമിഴ്നാട് സാധാരണ ദിവസം പോലെ സജീവമായിരുന്നു. അതിർത്തി പട്ടണമായ കമ്പത്തും പരിസര മേഖലകളിലും എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും തുറന്നു. തൊഴിൽ മേഖലയും സജീവമായിരുന്നു. പണിമുടക്കിൽ കിട്ടിയ അവധി ആഘോഷിക്കാൻ നിരവധി മലയാളികളാണ് തമിഴ്നാട്ടിലേക്ക് എത്തിയത്. ഇന്ന് കേരളത്തിൽ ഭയങ്കര വണ്ടിയൊക്കെ ഓടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ യാതൊരു കുഴപ്പമില്ല, ഭയങ്കര ഹാപ്പിയാണ്. ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നിട്ട് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലെല്ലാം പോയി അവസാനം ഇപ്പം മുന്തിരിത്തോപ്പ് കൂടെ കണ്ട് അതുകൂടെ കണ്ടിട്ട് പോകാനുള്ള ഇതിലേക്ക് നിൽക്കുന്നു. അത് ഞങ്ങളൊരു ബിസിനസ്സുകാരാണ്. അത്യാവശ്യം ഇന്ന് അവധി കിട്ടിയപ്പോൾ ഇവിടെ ഇറങ്ങിയതേ ഉള്ളൂ. കേരളത്തിൽ ഭയങ്കര ഹർത്താലായിരുന്നു.
ഇവിടെ ഒരു പ്രശ്നവുമില്ല. എല്ലായിടത്തും പോയിട്ട് വന്നു, മുന്തിരിത്തോപ്പ് കാണാൻ കയറുന്നു. കേരളത്തിൽ മാത്രമുള്ളായിരുന്നു തടസ്സങ്ങൾ, ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഇതെല്ലാം സ്വാഭാവികമായിട്ടെല്ലാം തുറന്നു പ്രവർത്തിക്കുന്നു. എല്ലാ കടകളും എല്ലാ വണ്ടികളും ബസ് സർവീസ് പോലും ഒന്നും മുടക്കമില്ല. ഫ്രാൻസുമായി ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ പ്രതിരോധ കരാർ ഒപ്പിടാൻ ഒരുങ്ങി ഇന്ത്യ. വ്യോമസേനയ്ക്കായി 114 റഫാൽ യുദ്ധവിമാനങ്ങളും നാവികസേനയ്ക്കായി 6 P-8A പെട്രോൾ വിമാനങ്ങളും വാങ്ങും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ ഇത് സംബന്ധിച്ച അനുമതി നൽകി. ആകെ 3.25 ലക്ഷം കോടി ചെലവ് വരുന്ന കരാറാണിത്. വിവരങ്ങളുമായി അജയ് സുധ ബിജു ചേരുന്നു. അജയ്, ഫ്രാൻസുമായി വളരെ നിർണായകമായ ഒരു പ്രതിരോധ കരാറിലേക്ക് ഇന്ത്യ നീങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോൾ ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ? ശ്രീജ, ഫ്രാൻസുമായി ഇതിനു മുൻപേ നമ്മൾ റഫാൽ കരാറിൽ ഒപ്പിട്ടിരുന്നു. റഫാൽ വിമാനങ്ങൾ ഇന്ത്യ ഇതിനു മുൻപേയും വാങ്ങിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെയധികം ചെലവ് കൂടിയ ഒരു കരാറിലാണ് നിലവിൽ നമ്മൾ ഒപ്പുവയ്ക്കാൻ പോകുന്നത്. ഇതിനു മുൻപേ 2016 ആദ്യഘട്ടത്തിൽ റഫാൽ വിമാനങ്ങൾ 36 റഫാൽ വിമാനങ്ങൾ വാങ്ങിച്ചപ്പോൾ അന്ന് 58,000 കോടിയുടെ കരാറിലായിരുന്നു ഒപ്പിട്ടത്. പിന്നീട് നാവികസേനയ്ക്ക് വേണ്ടി 26 വിമാനങ്ങൾ കൂടി 2025 വാങ്ങിച്ചിരുന്നു. അന്ന് 63,000 കോടിയുടെ കരാറായിരുന്നു ഇന്ത്യ ഒപ്പിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഒപ്പിടാൻ പോകുന്നത് 3.25 ലക്ഷം കോടിയുടെ ഇത്ര വലിയൊരു തുകയുടെ കരാറാണ്. ഇന്ത്യയുടെ ടോട്ടലായിട്ടുള്ള പ്രതിരോധത്തിനായി നീക്കി വെച്ചിട്ടുള്ള ബജറ്റിന്റെ അളവ് നോക്കുകയാണെങ്കിൽ അത് മൊത്തത്തിൽ 7.85 ലക്ഷം കോടിയാണ്. അപ്പോൾ ഇതിന്റെ ഏതാണ്ട് പകുതിയോളം വരുന്ന തുകയാണ് ഇന്ത്യ നിലവിൽ ഈ റഫാൽ കരാറിന് വേണ്ടി മാറ്റിവെക്കാൻ പോകുന്നത്. റഫാൽ വിമാനങ്ങൾ മാത്രമല്ല 6 P-8I പെട്രോൾ വിമാനങ്ങൾ കൂടി ഇന്ത്യ വാങ്ങുന്നുണ്ട് എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. 114 വിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങുന്നത്. ഇതിൽ 18 പൂർണ്ണ സജ്ജമായിട്ടുള്ള വിമാനങ്ങൾ അത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും. മറ്റ് ബാക്കിയുള്ള 96 വിമാനങ്ങൾ അത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനാണ് പദ്ധതിയിടുന്നത്. പൂർണ്ണമായിട്ട് അതിൻ്റെ പാർട്സ് ഇന്ത്യയിലേക്ക് എത്തിച്ചതിന് ശേഷം പിന്നീട് ഇന്ത്യയിൽ അത് നിർമ്മിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ വാങ്ങുന്ന വിമാനങ്ങളിൽ 88 സിംഗിൾ സീറ്റ് വിമാനങ്ങളും അതുപോലെ തന്നെ 26 ട്വിൻ സീറ്റ് റഫാൽ വിമാനങ്ങളുമാണ്. ഇതിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ നാവികസേനാ വിഭാഗം അതിൽ പ്രധാനമായിട്ടും ഈ ഫൈറ്റർ സ്ക്വാഡ്രൻസിൻ്റെ അളവുകളിൽ ചെറിയൊരു കുറവ് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് അതിർത്തിയിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് ഭീഷണി നിലനിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഫൈറ്റർ സ്ക്വാഡ്രനുകളുടെ ഭാഗത്തു നിന്നും ചെറിയൊരു കുറവുണ്ടാകുന്നത്. മൊത്തം 42 അംഗീകൃതമായിട്ടുള്ള ഫൈറ്റർ വിമാനങ്ങൾ വേണമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കണക്കുള്ളത്. എന്നാൽ നിലവിൽ അത് നമുക്കുള്ളത് ഇപ്പോൾ 29 ഫൈറ്റർ സ്ക്വാഡ്രനുകളാണ് ഇന്ത്യയുടെ പക്കലുള്ളത്. ഇപ്പോൾ ഈ റഫാൽ കരാർ ഒപ്പിടുന്നത് വഴി ഇന്ത്യയിലേക്ക് നിലവിൽ ഈ പുതിയ റഫാൽ വിമാനങ്ങൾ വരുന്നതോടുകൂടി കരസേനയുടെ കയ്യിൽ ഇന്ത്യക്കുള്ള മൊത്തം വിമാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് അത് 150 ഉയരും. നാവികസേനയുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ളത് 26 വിമാനങ്ങളാണ്. അപ്പോൾ ഇത്രയും വിമാനങ്ങൾ അത് ഇന്ത്യയുടെ പക്കൽ ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രതിരോധ മേഖലയെ അത് കൂടുതൽ ഊർജ്ജപ്പെടുത്തുന്ന ഒരു വലിയ നടപടിയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഈ അടുത്ത ആഴ്ച ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലേക്ക് എത്തുന്ന ആ ഒരു സമയത്തിന് മുന്നോടിയായിട്ടാണ് നിലവിൽ ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയം ഈ കരാറിൽ ഒപ്പിടുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. അദ്ദേഹം അടുത്ത ആഴ്ച ഇന്ത്യയിൽ നടക്കുന്ന AI സബ്മിറ്റിൽ പങ്കെടുക്കാനാണ് വരുന്നത്. ഫെബ്രുവരി 17 മുതൽ 19 വരെ തീയതികളിലാണ് ഇത് നടക്കുക. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ ഈ കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ഘട്ട നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ശരി, അജയ് സുധാബിജുവാണ് വിവരങ്ങൾ നൽകിയത്. കേരള സർവകലാശാല യൂണിയനെ അസാധുവാക്കിയ VCയുടെ നടപടിക്ക് തിരിച്ചടി. വിദ്യാർത്ഥി യൂണിയന് തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. യൂണിയൻ കാലാവധി പൂർത്തിയാകുന്നതുവരെ തുടരാം. സർവകലാശാല ഫണ്ട് അനുവദിച്ച 2 പരിപാടികൾ നടത്താനും അനുമതിയുണ്ട്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ. ഡാൻ, കഴിഞ്ഞ ദിവസമാണ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ പിരിച്ചുവിട്ട് VCയുടെ ഉത്തരവ് വന്നത്. ഇപ്പോൾ എന്താണ് കോടതി ഇതിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ? കലോത്സവം നടത്താൻ ഫണ്ട് അനുവദിക്കാത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസം കേരള സർവകലാശാല ആസ്ഥാനത്ത് SFIയുടെ നേതൃത്വത്തിൽ നടന്നതിന് പിന്നാലെയാണ് ഗവർണറുടെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടന്നത്. അതായത് യൂണിയൻ തന്നെ പിരിച്ചുവിടുക എന്നൊരു തീരുമാനത്തിലേക്ക് വൈസ് ചാൻസലർ എത്തുകയായിരുന്നു. അതിനുശേഷം
ഈ മാസം തന്നെ, അതായത് ഈ മാസം 28 മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് നടത്താനും ആ തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന പുതിയ യൂണിയൻ ആയിരിക്കും കലോത്സവം നടത്താനുള്ള ചുമതലയെന്നായിരുന്നു വൈസ് ചാൻസലറുടെ ഓഫീസിൽ നിർത്തിയ വാർത്താക്കുറിപ്പിലടക്കം വ്യക്തമാക്കിയിരുന്നത്. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് യൂണിയൻ ഭാരവാഹികൾ ഹൈക്കോടതിയെ സമീപിച്ചത്. അവിടെയാണ് വൈസ് ചാൻസലർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. SFI അടക്കം വിധിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതായത് വിദ്യാർത്ഥി യൂണിയനെ മൂക്കുകയറിടാനുള്ള നീക്കമാണ് ഇവിടെ വൈസ് ചാൻസലറുടെ ഭാഗത്ത് നിന്നുണ്ടായതെന്നാണ് SFI അടക്കം അല്പസമയം മുമ്പ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലായിരിക്കും, അതായത് കലോത്സവത്തിന് ഫണ്ട് അനുവദിക്കാൻ തയ്യാറാകുമോ, എത്ര തുക അനുവദിക്കും, അതിന്റെ ഇനി ചുരുങ്ങിയ സമയം കൊണ്ട് ഈ കലോത്സവം നടത്താൻ കഴിയുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും കലോത്സവം നടത്താതിരിക്കാനുള്ള നീക്കമാണ് ബോധപൂർവം വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന വലിയ വിമർശനമാണ് SFI ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം യുവമോർച്ചയുടെ നേതൃത്വത്തിൽ ABVP പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ വൈസ് ചാൻസലറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യുവമോർച്ച നേതാക്കൾ അദ്ദേഹത്തിന്റെ വസതിയിൽ സന്ദർശിക്കും എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. ശരി, ടാൻ കുര്യനാണ് വിവരങ്ങൾ. പുതുയുഗ യാത്രയ്ക്കിടെ കോഴിക്കോട് കുറ്റ്യാടി വേദിയിലുണ്ടായ പിടിവലിയിൽ ന്യായീകരണവുമായി കോൺഗ്രസ്. മാധ്യമങ്ങളെ പഴിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇല്ലാത്ത സംഭവം മാധ്യമങ്ങൾ ഊതി വീർപ്പിക്കുകയാണെന്ന് വിമർശിച്ചു. എന്നാൽ അത് സ്നേഹത്തള്ളൽ എന്നായിരുന്നു കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ വിശദീകരണം. ഷാഫിയുടെ പെരുമാറ്റത്തിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. UDF പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമായി മാറിയ യാത്രയുടെ ശോഭ കെടുത്തുന്നതിനുള്ള നീക്കങ്ങളാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തുന്നു. ഷാഫി പറമ്പിൽ തന്നെ വിളിക്കാൻ പറയുകയായിരുന്നു. കാരണം നിലവിൽ തന്നെ വലിയ വൈകിയാണ് താൻ കുറ്റ്യാടിയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത്. വലിയ ജനക്കൂട്ടവും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ പ്രമോദിൽ കക്കട്ടിൽ അടക്കമുള്ള ആളുകൾ ഷാഫിയോട് പ്രസംഗിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന് സ്നേഹപൂർവ്വമായ ഒരു ശാസന എന്ന രീതിയിലാണ് ഷാഫി പറമ്പിൽ അവരെ അവിടെ നിന്നും മാറ്റിയത്. മറിച്ചുള്ള പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള മുതിർന്ന നേതാവ് വീണു എന്ന തരത്തിലുള്ള പ്രചാരണം അങ്ങേയറ്റം തെറ്റിദ്ധാരണാജനകമാണെന്നും VD സതീശൻ പറഞ്ഞു. ഒരുപാട് ആളുകൾ കാരണം നമുക്ക് പല സ്ഥലത്തും ഉദ്ദേശിച്ച സമയത്ത് തീർന്നു പോകാൻ പറ്റില്ല. അപ്പോൾ കുറ്റ്യാടിയിൽ എത്തിയപ്പോഴേക്കും എല്ലാവരും ഇത് ചെയ്തു. അപ്പോൾ ഷാഫി പറമ്പിൽ പറഞ്ഞു, നിർബന്ധമായിട്ട് പറഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ മതി, ഞാൻ സംസാരിക്കുന്നത് വേഗം തീർക്കെന്ന് പറഞ്ഞു. അപ്പോൾ പ്രമോദ് പറഞ്ഞു, ഇല്ല ഷാഫി സംസാരിച്ചേ പറ്റുള്ളത് പറഞ്ഞു. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് പ്രമോദിനെ പിടിച്ചു മാറ്റിയ ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു. എന്താണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീണുപോയത്. എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സീറ്റിലേക്ക് ഇരുന്നു. കുറ്റ്യാടിയിലുണ്ടായ സംഭവങ്ങൾ സ്നേഹത്തള്ളൽ എന്നാണ് DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ പറഞ്ഞത്. അവിടെ പ്രസംഗവുമായി ബന്ധപ്പെട്ട യാതൊരു തർക്കവും ഉണ്ടായില്ല. VD സതീശനെ ക്ഷണിക്കാൻ ആവശ്യപ്പെട്ടത് ഷാഫി പറമ്പിലാണ്. എന്നാൽ ഷാഫി പറമ്പിൽ പ്രസംഗിക്കണമെന്ന് ചില പ്രവർത്തകർ ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ മാത്രമാണ് ഉണ്ടായത്. പുറത്തു നടക്കുന്ന അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും അദ്ദേഹം പറയുന്നു. വടകര MP തന്നെയല്ലേ പറഞ്ഞത് പാറക്കൽ രാഘവട്ടെ വിളിക്കാൻ, എന്നറിയോ വിവരം? വടകര MP തന്നെയല്ലേ പറഞ്ഞത്, ഷാഫി തന്നെയല്ലേ പറഞ്ഞത് രാഘവട്ടയും നേരം വൈകി പാറക്കലും രാഘവട്ടുമാ സംസാരിക്കുന്നത് ഷാഫിയല്ലേ പറയണത്, ഞാൻ എന്നോടല്ലേ പറയണത്? ഒരു നീരസം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും പ്രവർത്തകർ ഷാഫി വിളിക്കണം പറഞ്ഞപ്പോൾ വിളിക്കുന്നു പറഞ്ഞ അങ്ങോട്ടൊരു സ്നേഹത്തള്ളൽ നടത്തിയതാ. ആ സ്നേഹത്തള്ളൽ പോലും ഒന്നും തള്ളിയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ആരും വീണിട്ടില്ല. ഇന്നലെയാണ് കുറ്റ്യാടിൽ UDF യാത്ര VD സതീശൻ്റെ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ ചടങ്ങിൽ ഷാഫി പറമ്പിൽ MPയെ പ്രസംഗിക്കാൻ ക്ഷണിച്ചില്ല എന്ന് ആരോപിച്ചു പ്രമോദ് കക്കട്ടിൽ എന്ന DC സെക്രട്ടറിയോട് കയർക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. വലിയ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഉയർന്നിരുന്നു. ഏറെ നേരം ഇതുമായി ബന്ധപ്പെട്ടൊരു ആശയക്കുഴപ്പം അവിടെ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് കുറ്റ്യാടിക്ക് ശേഷം നടന്ന ഇടങ്ങളിൽ കൃത്യമായി തന്നെ വേദിയിലെ ഒരു നേതാക്കളുടെ ബാഹുല്യം പരിമിതപ്പെടുത്തി പരിപാടികൾ നടന്നത്. ഒപ്പം എല്ലാ വേദിയിലും ഷാഫി പറമ്പിലിന് കൃത്യമായി സംസാരിക്കാനുള്ള അവസരം നൽകുകയും ചെയ്തു. ഭരണ തുടർച്ചാ വിവാദത്തിൽ ഇനി പ്രതികരണത്തിനില്ലെന്ന് K സച്ചിദാനന്ദൻ. ഇടതുപക്ഷത്തിനെതിരെ വിമർശനം നടത്തിയത്. താൻ കോൺഗ്രസിനെതിരെ നടത്തിയ വിമർശനങ്ങൾ കാണാതെയാണ് ചിലർ തനിക്കെതിരെ വിമർശനം ഉന്നയിച്ചതെന്നും FB പോസ്റ്റിൽ സച്ചിദാനന്ദൻ പറഞ്ഞു. CPM-ന് രക്തസാക്ഷി ഉണ്ടാവുന്നത് ലോട്ടറി അടിക്കും പോലെയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയ ഉത്തമനായ കമ്മ്യൂണിസ്റ്റുകാരനെ പുറത്താക്കി.
രക്തസാക്ഷികളുടെ കുടുംബങ്ങൾ പോലും CPM-നെ വെറുക്കുന്നെന്നും സതീശൻ പറഞ്ഞു. ശബരിമല SIT സംഘം സന്നിധാനത്തെത്തി. സ്വർണ്ണപ്പാളികളിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കുകയാണ്. ശ്രീകോവിലിന് ചുറ്റുമുള്ള ഭാഗത്താണ് പരിശോധന. എത്ര സ്വർണം നഷ്ടപ്പെട്ടെന്ന് പരിശോധിക്കും. കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന ശാസ്ത്രീയ പരിശോധനയും നിർണായകമാണ്. നാളെയും മറ്റന്നാളുമാണ് പരിശോധന നടക്കുന്നത്. ശബരിമലയിൽ വീണ്ടും അന്വേഷണം. ജീവനക്കാരുടെ പണമിടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടത്. മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ ഇടപാടുകൾ സംശയകരമാണെന്നും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 14 ലക്ഷത്തിലധികം രൂപ പോസ്റ്റ് ഓഫീസ് വഴി മാത്രം കൈമാറ്റം നടന്നുവെന്നുമാണ് കണ്ടെത്തൽ. 2 ജീവനക്കാർ 1 ലക്ഷത്തിലധികം രൂപയും മറ്റു 3 പേർ 25,000 രൂപയിലധികവും അയച്ചു. ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും ഹാജരായില്ല. ഈ സാഹചര്യത്തിൽ സന്നിധാനത്തെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും നടന്ന എല്ലാ ഇടപാടുകളും പരിശോധിക്കാനാണ് നിർദ്ദേശം. മണ്ഡലകാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും വിവരങ്ങൾ ശേഖരിക്കാനും 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ തിരുവാഭരണ മുൻ കമ്മീഷണർ KS ബൈജുവിന് ജാമ്യം. കട്ടിളപ്പാളി കേസിലാണ് ജാമ്യം. ദ്വാരപാലക കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനാൽ ബൈജുവിന് പുറത്തിറങ്ങാനാകില്ല. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയിരുന്നില്ല. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് BJP നോട്ടീസ്. വസ്തുതാവിരുദ്ധമായ വിവരങ്ങൾ പാർലമെന്റിൽ ഉന്നയിച്ചു എന്നാരോപിച്ചാണ് BJP MP നിഷികാന്ത് ദുബെ നോട്ടീസ് നൽകിയത്. സഭയെ തെറ്റിദ്ധരിപ്പിച്ചാൽ നൽകുന്ന അവകാശ ലംഘന നോട്ടീസ് രാഹുൽ ഗാന്ധിക്കെതിരെ നൽകിയിട്ടില്ല. രാഹുൽ ഗാന്ധിയെ ജീവിതകാലം മുഴുവൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടെന്നും നിഷികാന്ത് ദുബെ പറഞ്ഞു. രാജ്യത്തെ കർഷകരെ മുഴുവൻ തകർക്കുന്ന കരാറിൽ ഏർപ്പെട്ട അവർ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം. പൈലറ്റുമാരിൽ ഒരാൾ മനഃപൂർവ്വം എഞ്ചിൻ ഓഫാക്കിയതാണ് അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണമായതെന്ന് ഇറ്റാലിയൻ പത്രത്തിന്റെ വെളിപ്പെടുത്തൽ. കോക്പിറ്റ് വോയിസ് റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതെന്നും ഇറ്റാലിയൻ പത്രമായ കോറിയ ഡെല്ല റിപ്പോർട്ട് ചെയ്യുന്നു. അപകടത്തിൽ കൊല്ലപ്പെട്ട പൈലറ്റ് സുമിത് സബർവാളാണ് എഞ്ചിൻ ഓഫ് ചെയ്തത്. അപകടത്തിന് തൊട്ടുമുൻപ് സുമിത് തുടർച്ചയായി എഞ്ചിൻ ഓഫാക്കിയിരുന്നു. ആദ്യം ക്യാപ്റ്റൻ ഇരുന്ന വശത്തെ ഇടത് എഞ്ചിനും പിന്നീട് വലത് എഞ്ചിനും ഓഫാക്കുകയായിരുന്നു എന്നും പത്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. എഞ്ചിൻ എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് സഹ പൈലറ്റ് ചോദിക്കുന്ന വോയിസ് റെക്കോർഡ് നേരത്തെ പുറത്തു വന്നിരുന്നു. അപകടത്തിന് പിന്നാലെ സുമിത്തിനെതിരെ സംശയം ഉയർന്നിട്ടുണ്ടായിരുന്നെങ്കിലും അപകടം പൈലറ്റിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണിതെന്ന് ആരോപിച്ച് ഇന്ത്യൻ പൈലറ്റ് അസോസിയേഷനും സുമിത്തിന്റെ കുടുംബവും രംഗത്ത് വന്നിരുന്നു. ഇടവേള. കേരള ഹൈക്കോടതിയിലെ 7 അഡീഷണൽ ജഡ്ജിമാരെ സ്ഥിരം ജഡ്ജിമാരാക്കാൻ ശുപാർശ. സുപ്രീംകോടതി കൊളീജിയമാണ് ഇത് സംബന്ധിച്ച് രാഷ്ട്രപതിക്ക് ശുപാർശ നൽകുന്നത്. ജസ്റ്റിസുമാരായ MA അബ്ദുൽ ഹക്കീം, VM ശ്യാംകുമാർ, ഹരിശങ്കർ V മേനോൻ, S മനു, S ഈശ്വരൻ, PM മനോജ്, MB സ്നേഹലത എന്നിവരാണ് സ്ഥിരം ജഡ്ജിമാരാവുന്നത്. മദ്യത്തിന് പേരിടൽ മത്സരത്തിൽ ബിവറേജസ് കോർപ്പറേഷന് തിരിച്ചടി. പേരിടൽ മത്സരത്തിലെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മലബാർ ഡിസ്റ്റിലറിയോട് മറുപടി സത്യവാങ്മൂലം നൽകാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. അതേസമയം കോടതിയിൽ ബെഫ്കോ മലക്കം പറഞ്ഞു. പുതിയ മദ്യം നിർമ്മിക്കുന്നില്ലെന്നും പേരിടൽ മത്സരത്തിന് നടപടി സ്വീകരിച്ചില്ല എന്നുമായിരുന്നു വാദം. കോൺഗ്രസ് നേതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ നടപടി. 4-ന് കേസ് വീണ്ടും പരിഗണിക്കും. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ജീവനൊടുക്കിയ സംഭവത്തിൽ ആദായ നികുതി വകുപ്പ് സമ്മർദ്ദം ചെലുത്തിയതിന് തെളിവില്ലെന്ന് SIT. റോയിയെ സമ്മർദ്ദത്തിലാക്കിയതിനും തെളിവില്ല. റോയ് ജീവൻ ഒടുക്കിയ ദിവസം ചോദ്യം ചെയ്തിരുന്നില്ല. അതേസമയം റോയിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത തേടുകയാണ് പോലീസ്. ബിസിനസ് രംഗത്തെ കടുത്ത മാനസിക സമ്മർദ്ദമാണ് റോയിയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇതിന്റെ ഭാഗമായി കൊച്ചിയിലെ റോയിയുടെ 3 അടുത്ത സുഹൃത്തുക്കളുടെ മൊഴി സംഘം രേഖപ്പെടുത്തി. മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം. കർശന ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. തുടർച്ചയായി 3 ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകണം. മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാക്കണം. ലൈംഗിക ശേഷി പരിശോധനയ്ക്ക് വിധേയനാകണം തുടങ്ങിയവയാണ് വ്യവസ്ഥകൾ. മറ്റ് 2 കേസുകളിലും രാഹുലിന് നേരത്തെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു.
കർശന ഉപാധികളോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒന്നാം ബലാത്സംഗ കേസിൽ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ ജാമ്യവ്യവസ്ഥകളിൽ പറയുന്നത് മൊബൈൽ ഫോൺ ഹാജരാക്കണം. അതോടൊപ്പം തന്നെ എല്ലാ ശനിയാഴ്ചയും രാഹുൽ മാങ്കൂട്ടം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകുകയും രാഹുൽ മാങ്കൂട്ടം ചെയ്യണം. രാവിലെ 10-നും 11-നും ഇടയിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. ഒപ്പം പാസ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് സമർപ്പിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. ഇതിൽ 3 ദിവസം തുടർച്ചയായ 3 ദിവസം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യാം എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, രാഹുലിനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ ജാമ്യം അനുവദിക്കുന്ന ഒരു വ്യവസ്ഥയായിട്ട് പ്രധാനമായും തന്നെ പറഞ്ഞിരിക്കുന്നത് 1 ലക്ഷം രൂപയുടെ ആൾ ജാമ്യത്തിൽ രാഹുലിനെ വിട്ടയക്കണം. രാഹുൽ ഈ ഒരു ചോദ്യം ചെയ്യൽ ഈ സമയത്ത് ലൈംഗിക പരിശോധനയ്ക്ക് വിധേയനാകണമെന്ന നിർദ്ദേശവും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സാക്ഷികളെയോ പരാതിക്കാരിയെ സ്വാധീനിക്കാനായിട്ട് ശ്രമിക്കരുത് എന്നത് തുടങ്ങിയ കർശനമായ നിർദ്ദേശങ്ങൾ ഉപാധികളോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ രാഹുൽ കോടതിയിൽ പറഞ്ഞിരുന്നത് തന്നെ അപകീർത്തിപ്പെടുത്തുവാനുള്ള ഗുരുതരമായ ഗൂഢാലോചനയാണ് ഈ കാര്യങ്ങളിൽ നടന്നിരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾക്ക്, നിർബന്ധിത ഗർഭചിത്രമടക്കമുള്ള കാര്യങ്ങൾക്കും താൻ ഭീഷണിപ്പെടുത്തിയെന്നുള്ള വാദങ്ങൾക്കും യാതൊരു രീതിയിലുള്ള തെളിവില്ല എന്നതായിരുന്നു രാഹുൽ കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. തിരുവനന്തപുരം സെഷൻസ് കോടതി നേരത്തെ ഈ കേസിൽ ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഹൈക്കോടതിയിലേക്ക് എത്തിയത്. തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗം ക്വട്ടേഷനാണെന്ന ഉടമയുടെ വാദം തള്ളി പോലീസ്. ഗുണ്ടാപിരിവിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പിടിയിലായ പ്രതികളിൽ നിന്നുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കണ്ടെത്തൽ. അതേസമയം ബലാത്സംഗ കേസിലെ പ്രതികളെല്ലാം പോലീസിന്റെ പിടിയിലായി. തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസ് പ്രധാനമായും ഇപ്പോൾ പോലീസ് പറയുന്നത് അത് ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ അതിക്രമണത്തിന് കാരണമെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. നിലവിൽ പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്യുന്നതെന്നാണ് പോലീസ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കാരണം ഇന്നലെ 2 പ്രതികൾ പോലീസിൽ കീഴടങ്ങിയിരുന്നു. തിരുവല്ല പോലീസിലാണ് കിരണും അതുപോലെ തന്നെ സജിനും, ഈ 2 പ്രതികളാണ് ഒളിവിൽ പോയിരുന്നത്. ഈ 2 പ്രതികളും ഇന്നലെ തിരുവല്ല പോലീസ് സ്റ്റേഷനിലാണ് കീഴടങ്ങിയത്. ഇതോടെ ഈ കേസിലെ എല്ലാ പ്രതികളും പിടിയിലായിട്ടുണ്ട്. 1 പ്രതി കൂടി ഇനി ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ട് സ്പായിലെത്തുകയും ആ പിരിവ് നൽകാത്തതിൻ്റെ പേരിലാണ് പിന്നീട് ഈ അതിക്രമം ഉണ്ടായത്, അതായത് കൂട്ടബലാത്സംഗം ഉണ്ടായെന്നാണ് പോലീസ് ഈ പ്രതികളിൽ നിന്നുള്ള മൊഴികളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കുന്നത്. അതേസമയം സ്ഥാപന ഉടമ വ്യക്തമാക്കിയത് ഇത് കൊട്ടേഷനാണെന്നുള്ളതാണ്. കൊട്ടേഷൻ മറ്റ് സ്പായിൽ നിന്നുള്ള ആളുകൾ കൊട്ടേഷൻ കൊടുത്താണ് ഈ സ്ഥാപനം തകർക്കുന്നതിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്തത് എന്നുള്ള രീതിയിലാണ് ഈ സ്പായുടെ ഉടമ, ഈ അതിക്രമം നടന്ന സ്പായുടെ ഉടമ വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് അത് പൂർണ്ണമായി തള്ളുന്നു. ഈ പ്രതികളെ എല്ലാം പിടികൂടിയ പശ്ചാത്തലത്തിൽ അവരിൽ നിന്ന് കിട്ടിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഗുണ്ടാപിരിവ് സംബന്ധിച്ചുള്ള തർക്കമാണ്. 50,000 രൂപ ആവശ്യപ്പെട്ടാണ് പ്രതികൾ അവിടെ ചെല്ലുന്നത്. 1-ാം തീയതി ചെല്ലുന്നു. അവിടെ ചെന്ന് ഈ തർക്കമുണ്ടാകുന്നു. പിന്നീടാണ് ജീവനക്കാരിയെ ഈ കൂട്ടബലാത്സംഗവും അതിക്രമവും നടത്തുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഈ കൂട്ടബലാത്സംഗത്തിന് കാരണമെന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന മൊഴി. അതേസമയം നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഗുണ്ടകൾ പലരും ഈ തിരുവല്ലയിലെ പല സ്ഥാപനങ്ങളിലും എത്തി ദിവസങ്ങളോളം ഈ ഗുണ്ടാപിരിവ് നടത്തിയിട്ടുണ്ട് എന്നുള്ള പരാതി കൂടി പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗുണ്ടാപിരിവ് തന്നെയാണ് ഇതിന് കാരണമെന്ന് വ്യക്തമാക്കുന്നത്. നിലവിൽ ഈ ജീവനക്കാരിയുടെ മൊഴിയും അത്തരത്തിൽ തന്നെയാണ്. ജീവനക്കാരുടെ മൊഴിയും അത്തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കൊട്ടേഷൻ എന്നുള്ള ആരോപണം കൊട്ടേഷനാണ് എന്നുള്ള ഉടമയുടെ വാദം പോലീസ് തള്ളുകയാണ്. പ്രതികളെ എല്ലാം പിടികൂടിയിട്ടുണ്ട്. നിലവിൽ 6 പ്രതികളാണ് നിലവിലുള്ളത്. 1 പ്രതി കൂടി ഉണ്ടെന്ന് പറയുന്നു. അത് കൃത്യമല്ല, പക്ഷേ അത് പോലീസിൻ്റെ ചില സൂചനയാണ്. ഈ പ്രതികൾ നൽകിയ ചില മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഒരാളെ കൂടി ഇനി കണ്ടെത്താനുണ്ട് എന്ന കാര്യം വ്യക്തമാക്കുന്നത്. എന്തായാലും തിരുവല്ലയിലെ സ്പായിലെ കൂട്ടബലാത്സംഗം അത് ഗുണ്ടാപിരിവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഉണ്ടായതാണെന്നാണ് പോലീസിൻ്റെ വിലയിരുത്തൽ. നിലവിൽ പോലീസിലെ ചില ആളുകൾക്ക് ഈ സ്പായുമായി ചില ബന്ധങ്ങളുണ്ട് എന്നുള്ള മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. അതിനെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും വിശദമായൊരു അന്വേഷണം വരും ദിവസങ്ങളുണ്ടാവും. നിലവിലത്തെ സാഹചര്യത്തിൽ 1-ാം തീയതി നടന്ന തിരുവല്ലയിലെ കൂട്ടബലാത്സംഗത്തിലെ എല്ലാ പ്രതികളും പിടിയിലായ പശ്ചാത്തലത്തിൽ ഈ സ്പായിലെ കൂട്ടബലാത്സംഗം എന്ന് പറയുന്നത് ഗുണ്ടാപിരിവുമായുള്ള തർക്കമാണെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ കൊലപാതക പരമ്പരയിൽ ആഴത്തിലുള്ള പരിശോധനകൾക്ക് നീക്കം. ആയിഷ വധക്കേസ് ക്രൈംബ്രാഞ്ചിന് നൽകണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി. ആയിഷ കേസും ക്രൈംബ്രാഞ്ച് ഉടൻ ഏറ്റെടുത്തേക്കും. നിലവിൽ ചേർത്തല പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്.
പ്രമുഖ ചരിത്രകാരൻ പ്രൊഫസർ എസ് ഇർഫാൻ ഹബീബിന് നേരെ ഡൽഹി സർവകലാശാലയിൽ ആക്രമണ ശ്രമം. ഇർഫാൻ ഹബീബിന് നേരെ വെള്ളം നിറച്ച ബക്കറ്റും ചവിട്ടുകൊട്ടയും എറിഞ്ഞെങ്കിലും മുന്നിലിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്കാണ് അത് വീണത്. ആക്രമണത്തിന് പിന്നിൽ ABVP ആണെന്ന് പരിപാടിയുടെ സംഘാടകരായ ഐസ ആരോപിച്ചു. സർവകലാശാലയിൽ നടന്ന പീപ്പിൾസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ സംസാരിക്കുന്നതിനിടെയാണ് ബാനറിന് പിന്നിൽ നിന്നും ഏറ് വന്നത്. ആക്രമണ ശ്രമത്തിന് ശേഷവും അദ്ദേഹം സംസാരം തുടർന്നു. അസഹിഷ്ണുതയുടെ തെളിവാണ് തനിക്ക് നേരെ നടന്ന ആക്രമണം എന്നായിരുന്നു ഇർഫാൻ ഹബീബിന്റെ പ്രതികരണം. डॉक्यूमेंटेड है, उसके बाद भी आप इन लोगों का नाम लेते हैं बिना उनको पढ़े. पानी पीकर तो കോഴിക്കോട് കൊടുവള്ളിയിൽ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് 12 മരിച്ചു. കളത്തിങ്കൽ റഷീദിന്റെ മകൾ തൻഹയാണ് മരിച്ചത്. വീടിനടുത്തുള്ള ഇലക്ട്രിക് ലൈനിൽ നിന്നാണ് ഷോക്കേറ്റത്. വീടിന്റെ മുകളിൽ നിന്നപ്പോൾ ഇലക്ട്രിക് ലൈനിൽ അബദ്ധത്തിൽ കൈതട്ടുകയായിരുന്നു. മടവൂർ AUP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് തൻഹ. അപകടം നടന്ന ഉടൻ തന്നെ കൊടുവള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. പാലക്കാട് ശുദ്ധജല സംഭരണിയിൽ മീനുകൾ ചത്തുപൊങ്ങി. അട്ടപ്പാടി അഗളിയിൽ തുമ്പപ്പാറ കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണിയിലെ മീനുകളാണ് ചത്തത്. വെള്ളത്തിന് രുചിവ്യത്യാസം വന്നതോടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മീനുകൾ ചത്തത് ശ്രദ്ധയിൽപ്പെട്ടത്. പഞ്ചായത്തിലെ 4 വാർഡുകളിലെ 2000-ലധികം കുടുംബങ്ങൾക്കാണ് ഇവിടെ നിന്ന് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. ശുദ്ധജല സംഭരണിയുടെ മേൽനോട്ടത്തിന് നിയോഗിച്ച 9 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. സംഭരണിയിലെ വെള്ളം വറ്റിച്ച ശേഷം പമ്പിംഗ് പുനരാരംഭിച്ചു. പാലക്കാട് തൃത്താലയിൽ ആനയിടഞ്ഞു. കൂറ്റനാട് ഫെസ്റ്റ് കഴിഞ്ഞ് വരികയായിരുന്ന കൊല്ലത്തുള്ള പിച്ചിയിൽ ശിവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ പാപ്പാന്മാർ തളച്ചു. ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഇല്ല. പണിമുടക്കിൽ തിരക്ക് കുറവായിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. കാസർഗോഡ് മഞ്ചേശ്വരത്ത് മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തി. പ്രതി ഉമ്മർ ഫറൂഖിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. ഈ മാസം 2-നാണ് 18 വയസ്സ് പ്രായമുള്ള ഏകമകൾ മറിയം ജുമായിലയെയും ബന്ധു ഷേക്കുഞ്ഞിയെയും വെട്ടിക്കൊന്നത്. കൊച്ചി വരാപ്പുഴയിൽ രാസലഹരിയും ഹാഷിഷ് ഓയിലുമായി യുവാവ് പിടിയിൽ. വരാപ്പുഴ സ്വദേശി അർജുനെയാണ് പിടികൂടിയത്. ഇയാളിൽ നിന്ന് 24.19 ഗ്രാം MDMA, 15 ഗ്രാം കഞ്ചാവ്, 7 ഗ്രാം ഹാഷിഷ് ഓയിൽ എന്നിവ പിടികൂടി. 4 ലക്ഷം രൂപയും ഇയാളിൽ നിന്ന് കണ്ടെടുത്തു. ലഹരി വിൽപ്പന സംഘത്തിലെ പ്രധാനിയാണ് ഇയാളെന്ന് പോലീസ് പറയുന്നു. ഏഷ്യയിലെ വിസ്മയമായ ഇടുക്കി ആർച്ച് ഡാം നിർമ്മിച്ചിട്ട് 50 വർഷം. 1976 ഫെബ്രുവരി 12-ന് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാഷ്ട്രത്തിന് സമർപ്പിച്ച ഡാം ഇന്നും കേരളത്തിന്റെ പ്രധാന ഊർജ്ജ സ്രോതസ്സായി നിലകൊള്ളുന്നു. 50 വർഷങ്ങൾക്കിപ്പുറം ഇടുക്കി പദ്ധതിയുടെ ചരിത്ര വഴികളിലൂടെ ഒരു യാത്ര നടത്തുകയാണ്. 1976 ഫെബ്രുവരി 12 രാവിലെ 9 മണി. കേരളത്തിന്റെ വൈദ്യുതി ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തിയ ആ നിമിഷത്തിലാണ് ഇന്ദിരാഗാന്ധി ഇടുക്കി ഡാം ഉദ്ഘാടനം ചെയ്തത്. 1919 ഇറ്റാലിയൻ എഞ്ചിനീയർ ജേക്കബ് മുന്നോട്ടുവച്ച ആശയം പിൽക്കാലത്ത് മലങ്കര എസ്റ്റേറ്റ് സൂപ്രണ്ട് WJ ജോണിന്റെയും ആദിവാസി മൂപ്പൻ കൊലുമ്പന്റെയും കണ്ടെത്തലിലൂടെയാണ് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിയത്. കുറവൻ കുറത്തി മലയിടുക്കുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് പെരിയാറിന് കുറുകെ പണിത ഈ ആർച്ച് ഡാം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഡാമുകളിൽ ഒന്നാണ്. ഇടുക്കി, ചെറുതോണി, കുളമാവ് എന്നിങ്ങനെ 3 അണക്കെട്ടുകൾ ചേരുന്നതാണ് ഈ ബൃഹത്തായ പദ്ധതി. കാനഡയുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ 1960കളിൽ ആരംഭിച്ച നിർമ്മാണം അടിയന്തരാവസ്ഥയുടെ അവസാന കാലത്താണ് പൂർത്തിയായത്. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ഡാം മൂലമറ്റത്തെ ഭൂഗർഭ നിലയത്തിലേക്ക് വെള്ളമെത്തിച്ചാണ് കേരളത്തിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. 50ാം വാർഷികത്തിന്റെ നിറവിൽ നിൽക്കുമ്പോഴും ഏഷ്യയിലെ ഈ വമ്പൻ നിർമ്മിതി അത്ഭുതമായി ഇന്നും വിനോദസഞ്ചാരികളെയും സാങ്കേതിക വിദഗ്ധരെയും ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ന്യൂസ് 18 ഇടുക്കി. ബോബി ചെമ്മണ്ണൂർ നടത്തുന്ന ബോച്ചെ ഭൂമിപുത്ര ലിമിറ്റഡ് വയനാട്
900 കണ്ടിയിൽ തോട്ടഭൂമിയിൽ നടത്തുന്ന നിർമ്മാണവും തരം മാറ്റലും നിർത്തിവെക്കാനുള്ള നിരോധന ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ്. നിരോധന ഉത്തരവിന് ശേഷം അത് ലംഘിച്ച് നിർമ്മാണങ്ങൾ നടത്തിയോ എന്ന് ജില്ലാ പോലീസ് മേധാവി അന്വേഷിക്കണം. ഉണ്ടെങ്കിൽ നടപടിയെടുക്കണം. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിരോധന ഉത്തരവ് കർശനമായി നടപ്പാക്കണം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് വയനാട് സ്വദേശി ബാദുഷ നൽകിയ പൊതുതാൽപര്യ ഹർജിയിൽ ഉത്തരവിട്ടത്. തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായി KSRTC ബസ്സിലുണ്ടായ തർക്കങ്ങളെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട യദു കൃഷ്ണൻ ഉപജീവനത്തിന് മറ്റൊരു മാർഗം കണ്ടെത്തിയിരിക്കുന്നു. ആദ്യം പ്രൈവറ്റ് ബസ്സിൽ ജോലി ചെയ്തിരുന്ന യദു ജോലിയിൽ തടസ്സങ്ങൾ നേരിട്ടതോടെയാണ് ഇപ്പോൾ ഓൺലൈൻ ഡെലിവറി കുപ്പായം അണിഞ്ഞിരിക്കുന്നത്. ദേശീയ പണിമുടക്ക് സജീവമായി തന്നെ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. തലസ്ഥാനത്ത് പക്ഷേ ഭാഗികമായി വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്. അതിനിടയിൽ ഒരു സ്വിഗ്ഗി തൊഴിലാളി എന്നോടൊപ്പം ചേരുന്നു. മറ്റാരുമല്ല, യദു. മലയാളികൾക്കൊക്കെ അറിയാം, തിരുവനന്തപുരം മേയറായിരുന്ന ആര്യ രാജേന്ദ്രനെ KSRTC ബസ്സിൽ വെച്ച് അസഭ്യം പറഞ്ഞു എന്നതിന്റെ പേരിൽ വിവാദങ്ങളിൽപ്പെട്ട യദുവാണ്. യദു എപ്പോൾ തൊട്ടാണ് ഇങ്ങനെ ഈ സ്വിഗ്ഗി ഓടാൻ തുടങ്ങിയത്? ഏകദേശം 1 മാസമായി. ഇങ്ങനെ ഈ നേരത്തെ ഒരു ബസ്സിൽ തന്നെയല്ലായിരുന്നോ? ഇപ്പൊ ബസ്സില് കേസ് കിടക്കണുണ്ടായിരുന്നു. 21-ാം തീയതി കേസാണ്. അപ്പോൾ ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഇനി ഓരോ തവണയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ? 2 തവണയൊക്കെ വണ്ടിയൊക്കെ വെഹിക്കിളൊക്കെ പിടിച്ചു. പിന്നെ അതല്ലാതെ വണ്ടി ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി. ഞാൻ സ്ഥിരമായിട്ട് ഓടുന്ന വണ്ടിയായപ്പോൾ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ബസ് അങ്ങനെ വിട്ടിട്ടൊന്നുമില്ല. ബസ് ആണെങ്കിൽ ഫാഷനാണ്. ഇനി സ്വിഗ്ഗി ടാർഗറ്റ് ആകത്തില്ല. സ്വിഗ്ഗി ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ എടുത്തോണ്ട് ടാർഗറ്റ് ആവാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ എടുത്തോണ്ട് ഇനി ടാർഗറ്റ് ആവും. വേറെ ആരും അധികം നീരാളിപ്പിടുത്തം പോലെ നിങ്ങളെ ഇങ്ങനെ പിന്തുടരുകയാണോ ഈ പ്രശ്നം? അത് ഇപ്പം പിന്തുടരുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയത്തില്ല. ഞാനൊരു തെറ്റും ചെയ്യാതെയാണ് ഈ കേട്ടതും പ്രശ്നങ്ങളുണ്ടായതൊക്കെ. അപ്പൊ എങ്ങനെ മുമ്പോട്ട് പോകാനാണ്? കോടതിയിൽ നിൽക്കുകയല്ലേ കേസ്? ഇത് നല്ല ജോലിയല്ലേ? ഇത് 10,000-2,000 രൂപ നേരെ ഫുൾ ടൈം ഓടിക്കഴിഞ്ഞാൽ ബസ്സിനെ കാട്ടി ശമ്പളം കിട്ടുന്നുണ്ട്. ഏത് ജോലിയായാലും അത് ചെയ്യാനുള്ള മനസ്സ് മതി. ഇതല്ലെങ്കിൽ ഇത് പിടിക്കണമെങ്കിൽ ഞാൻ അടുത്ത ജോലി നോക്കും. നമ്മൾ തളരാൻ പാടില്ല. മുമ്പോട്ട് തുടരട്ടെ കേട്ടോ. ശരി. സ്വർണ്ണ വില നിരക്കുകൾ നോക്കാം.